നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. RMP രാമകൃഷ്ണനെതിരെയുള്ള വർണ്ണവെറി പരാമർശത്തെ തുടർന്ന് നൃത്ത അധ്യാപിക സത്യഭാമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയർന്നത്. ശരീരത്തിൽ നിറവും സൗന്ദര്യവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു സത്യഭാമയുടെ പരാമർശം. രാമകൃഷ്ണൻ കാക്ക പോലെ കറുത്തവനാണെന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു സത്യഭാമ പറഞ്ഞത്. വിവാദ പരാമർശത്തിൽ സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. അതിനുശേഷവും താൻ പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു, താൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല എന്നതടക്കമുള്ള ധാർഷ്ട്യത്തോടുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇപ്പോൾ ഇതാ തനിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് സത്യഭാമ രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സത്യഭാമയുടെ പ്രതികരണം. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഓൺലൈൻ ചാനലിൽ ഞാൻ നടത്തിയ ഒരു പരാമർശമാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഞാൻ ജാതീയമായും വംശീയമായും ഒക്കെ ആക്ഷേപിച്ചു എന്ന തരത്തിലാണ് പലരും എന്റെ വാക്കുകളെ വളച്ചൊടിച്ചത്. എനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ശ്രീകുമാരൻ തമ്പി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വിധികർത്താവായിരുന്ന ഷാജിയുടെ ആത്മഹത്യയെ കുറിച്ചായിരുന്നു പ്രധാനമായും ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. എന്നാൽ കലോത്സവത്തിലെ കള്ളക്കളികളെ കുറിച്ചുള്ള പരാമർശം വിവാദമായില്ല, ആരും വിവാദമാക്കിയില്ല. നിങ്ങൾ ആ ഇന്റർവ്യൂ പൂർണ്ണമായി കാണണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ മാധ്യമങ്ങൾ രൂക്ഷമായ തരത്തിൽ പ്രതികരിച്ചു എന്നാണല്ലോ പലരുടെയും ആരോപണം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഒരു വിവാദത്തിൽ പെട്ടു എന്ന് കരുതുക. അത് രാവിലെ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളോട് ഒരു കുറ്റവാളിയോട് പോലീസ് പെരുമാറുന്ന രീതിയിൽ സംസാരിച്ചാൽ, നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ, നിങ്ങളാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും? ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതേ ഞാനും ചെയ്തോളൂ. കൂട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്റെ അമ്മയ്ക്ക് വിളിച്ചു. 66 വയസ്സുണ്ട് എനിക്ക്. ആ എന്നെയാണ് ചില മാധ്യമ പ്രവർത്തകർ വീട്ടിൽ കയറി വന്ന് അധിക്ഷേപിച്ചത്. അതുകൊണ്ടാണ് കുറച്ച് രൂക്ഷമായ ഭാഷയിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. ഒരു മദ്യപാനിയോ തലയ്ക്ക് വെളിവിലത്തെ ആളോ ആണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ഉൾക്കൊള്ളുമായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനോടാണെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞത് പലർക്കും തെറ്റായി തോന്നിയേക്കാം. അതേക്കുറിച്ച് ഒടുവിൽ പറയാം. ചാനൽ ചർച്ചകളിൽ പോലും എന്നെ ക്ഷണിച്ചു വരുത്തി എത്ര ക്രൂരമായ തരത്തിലാണ് അധിക്ഷേപിച്ചതെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. ഞാൻ നടത്തിയ ഒരു പരാമർശത്തിന് എന്തിനാണ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന മാന്യ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എന്റെ കുടുംബകാര്യങ്ങളെയും സ്വകാര്യതകളെയും വലിച്ചിഴച്ചത്? എന്തുകൊണ്ടാണ് അവതാരകർ അവരെ തടയാതിരുന്നത്? അപ്പോൾ അതൊരു മൃഗീയ വിനോദമായിരുന്നില്ലേ? എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ നമ്മുടേത്? അതോ അഭിപ്രായ സ്വാതന്ത്ര്യം ചിലർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണോ? ഇക്കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അതിക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്കാണ് ഞാൻ വിധേയായത്. സ്വന്തം യൂട്യൂബ് ചാനലിന്റെ കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കാൻ എന്നെ കുറിച്ച് ഒന്നും അറിയാത്ത ചിലർ അസഹ്യം വിളിച്ച് പറയുന്നത് കണ്ടു. ഇവർക്കൊന്നും ഞാൻ എന്നെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ്. മയിൽ വെള്ളക്കരണ്ടിയുമായിട്ടൊന്നുമല്ല ഞാൻ ജനിച്ചത്. കനൽ വഴികളിൽ കൂടിയാണ് ഞാൻ ഇത്രയും കാലം കടന്നു വന്നത്. ഈ 66-ാമത്തെ വയസ്സിലും നൃത്തവിദ്യാലയം നടത്തിയാണ് ഞാൻ ജീവിതമാർഗം കണ്ടെത്തുന്നത്. ആരുടെ മുന്നിലും ഒന്നിനും ഒരു നേരത്തെ ആഹാരത്തിന് പോലും കൈനീട്ടിയിട്ടില്ല ഇതുവരെ. ഇനി അതിന് താല്പര്യവുമില്ല. ഞാൻ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആ വ്യക്തിക്ക് ഗവൺമെന്റിന്റെ കീഴിൽ നൃത്തം അവതരിപ്പിക്കാൻ ഞാൻ അവസരം നൽകിയിട്ടുണ്ട്. എന്നെ അതിക്രൂരമായി ആക്ഷേപിച്ചവർ ഒരു നിമിഷം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കാം, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന്. 66 വയസ്സുള്ള ഒരു സ്ത്രീയുടെ വീൺവാക്കാണെന്ന് കരുതി നിങ്ങൾക്ക് അതിനെ തള്ളിക്കളയാമായിരുന്നു. ആരെയും വേദനിപ്പിക്കണമെന്നോ അധിക്ഷേപിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെ അല്ല ഞാൻ അഭിമുഖത്തിൽ പറഞ്ഞതെന്നും സത്യഭാമ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു.